Is really good. Yeah. Good. Acting எப்படி இருக்கு விக்ரம் சார்? Vikram is always a good actor. ஆஸ்கார் கிடைக்குமா? Oscar, I don't know. Okay. കൊള്ളാം, അടിപൊളി കമ്പയർ തന്നെയാണോ? ആകുന്നു പ്രതീക്ഷിക്കുന്നു. ഗുഡ്, എല്ലാം കൊണ്ട് ഒരു പാരഞ്ച് സിനിമയായിരുന്നു. എല്ലാം സ്റ്റോറി ഇറ്റ് ഡിമാൻഡ് സം ടൈം, കുറച്ച് സമയം എടുത്താ നീങ്ങുന്നത്. ബട്ട് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വന്നു. എല്ലാം അടിപൊളി, എല്ലാം ആവശ്യത്തിനാണ്. കൊള്ളാം, അടിപൊളി. അത് ഓൾറെഡി അവര് ഭയങ്കര പെർഫോമേഴ്സ് ആണല്ലോ. വലിയൊരു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ പറയുക, ആക്ഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. മേക്കിംഗ് എല്ലാം അബ്സല്യൂട്ട്ലി ടോപ്പ് നോച്ച്. തീർച്ചയായിട്ടും നമ്മളെ കാലഘട്ടത്തിൽ ഒരു ഗോൾഡ് മൈനാണ്. അപ്പൊ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തു. എല്ലാവരും നന്നായിട്ട് എല്ലാവരും നല്ല പാർവതി തിരുവത്തൊക്കെ നല്ല ഗംഭീര വിക്രം അമേസിംഗ് ആണ്. ഇതൊന്നും പറയാനില്ല. അതിന് വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു എനിക്ക് ഇത് മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ പടം വേറെ ലെവലാണെന്ന്. അതായത് വിക്രമിന്റെ ഏറ്റവും നല്ലൊരു ഗംഭീര വർക്ക്. അദ്ദേഹത്തിന്റെ മാക്സിമം അതിൽ ഇട്ടിട്ടുണ്ട്. വേറെ അതിലൊന്നും ഒരു കുറവുമില്ല. നല്ലൊരു അവാർഡ് കിട്ടിയ ദേശീയ അവാർഡിന്. എന്റെ അമ്മ, അങ്ങനെ എന്തരടെ അങ്ങനെ അഭിനയ ചക്രവർത്തി, അഭിനയ ചക്രവർത്തി. എന്റെ അമ്മ, എന്തൊരു വിക്രം ജീവിച്ച് കാണിക്കണത്. അതുപോലെ പാർവതി മികച്ചത്. പാർവതി എങ്ങോട്ട് അടിപൊളി. മാളവിക അമ്പം പടം കണ്ട നമ്മളെ കരയിപ്പിക്കണം. സെറ്റ് മരിച്ച ജീവിക്കണം, ഇയാള് ജീവിച്ച് കാണിക്കണത്. എന്റെ അമ്മ, വിക്രം എന്തോ ഇത്. ഓ, വേറെ ലെവല് വേറെ ലെവല് പടം. സൂപ്പർ ആട്ടാ, വേറെ ലെവല്. അടിപൊളി. മലയാളികൾക്ക് ഒരു റിയൽ സ്റ്റോറിയാണ്. അതിനെ ഒരു വേറിട്ട തലത്തിൽ കൊള്ളാം. പാർവതിയിലെ കൊള്ളാം, അവിടുത്തെ ആക്ഷൻ കുഴപ്പമില്ല. പക്ഷെ വിക്രമിന്റെ അഭിനയം സൂപ്പറായിരുന്നു. വിക്രമിനെ തിരിച്ചറിയാം. സൂപ്പർ. വിക്രമിന്റെ ആക്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് എല്ലാം കൊള്ളാം ചേട്ടാ.